മക്കളെ, നമ്മൾക്കിന്ന് പുതിയ ഒരു കഹാനി നോക്കാം. കഹാനിയുടെ പേരാണ് രൂരു. നിങ്ങളുടെ 2ാമത്തെ ചാപ്റ്ററാണിത്. ഈ രൂരു എന്ന കഹാനി എഴുതിയിരിക്കുന്നത് പാരോ ആനന്ദാണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? പാരോ ആനന്ദ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് വായനയാണ്. ആദ്യം തന്നെ നമുക്ക് വായനയുടെ വീഡിയോ ചെയ്യാം. ഇത് വലിയ ഒരു കഹാനിയാണ്. ഇത് 2 പാർട്ടോ അല്ലെങ്കിൽ 3 പാർട്ടോ ആയി എടുക്കാൻ മാത്രമുള്ള വലിയൊരു കഹാനിയാണിത്. ഓക്കെ, എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. വായനയാണ് മക്കളെ, കൂടെ തന്നെ വായിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് വായിച്ച് പഠിക്കണം. വായന റെഡിയാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നോക്കാം. രൂരു ഏക്ക് കങ്കാരു. എന്താണ് എഴുതിയത്? കങ്കാരു. കാന്ന് എഴുതിയിട്ട് മുകളിലൊരു ഡോട്ട് ഉണ്ട് അല്ലേ? കങ്കാരു. കാന്ന് എഴുതിയിട്ട് മുകളിൽ ഡോട്ട്. അപ്പോൾ കം, പിന്നെ ഗാരു, കങ്കാരു. ക, ബച്ച, ബച്ച 2 ചായ ഉണ്ട്. ബച്ചാധ. രൂരു ഏക്ക് कंगारू का बच्चा था. कंगारू के बच्चों को जोई कहते हैं. कंगारू के बच्चों को जोई कहते हैं. ഇവിടെ സാധനം കൂടെ ഉണ്ട്. ജോയിസ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ സാ സൈലന്റ് ആയിട്ട് ഉച്ചരിക്കേണ്ടി വരും. അടുത്തത് വൈസേ ഹി ജൈസേ കുത്തേ കെ ബच्चे को वैसे ही जैसे. वैसे ही जैसे कुत्ते के बच्चे को. पिल्ला और बिल्ली. पिल्ला बिल्ली के बच्चे को बिलौटा कहते हैं. नोट वाक्य. वैसे ही जैसे कुत्ते के बच्चे को पिल्ला और बिल्ली के बच्चे को बिलौटा कहते हैं. ഉസ്കി ഉ പിന്നെ സാ കി ഉസ്കി. അമ്മി ആ 2 മായുണ്ട്. അമ്മി. ഉസേ രൂരു. ബുലാത്തി ദി. ബുലാത്തി ദി. എന്താണത്? ബുലാത്തി ദി. ക്യോം കി. ക്യോം കി. എന്താ വായിക്കുക? ക്യോം കി. ക്യോം കി വഹ് ഹമേശ രോത്താ രഹ്താ ഥാ. ക്യോം കി വഹ് ഹമേശ. ഹമേശ എപ്പോഴും അല്ല, എപ്പോഴും. ഹമേശ രോത്താ രഹ്താ ഥാ. रो क्यों रहे हो. रो क्यों रहे हो. अम्मी ने फिर पूछा. പൂച്ച എന്താണ് വായിക്കുക? പൂച്ച. നമ്മൾ വീട്ടിലൊക്കെ വരുന്ന പൂച്ചയല്ല കേട്ടോ. പൂച്ച എന്ന് പറഞ്ഞാൽ ചോദിക്കാനുള്ള അർത്ഥം. അമ്മീനെ ഫിർ പൂച്ച. ക്യാ തുംകോ बहुत. तुमको बहुत अकेला. अकेला अकेला लगता है बेटा. क्या तुमको बहुत अकेला अकेला लगता है बेटा. जेब से एक बारीक सी आवाज आई. जेब से एक बारीक सी आवाज आई. हाँ मेरा कोई दोस्त नहीं. हाँ मेरा कोई दोस्त नहीं. अम्मी खुशी से कूदने फांदने. अम्मी खुशी से कूदने फांदने लगी. എന്താണെന്ന് വായിക്കുക? കൂദനെ ഫാന്ദനെ. कूदने फांदने. अम्मी खुशी से
कूदने फांदने लगी। तो इसलिए उदास रहता था। तो इसलिए उदास रहता था। मेरा बच्चा वो देर तक कूदती रही। वो देर तक कूदती रही। कूदती ही रही। वो देर तक कूदती रही। कूदती ही रही। रूरू अब टाइम आ गया बच्चा। रूरू अब टाइम आ गया बच्चा। अम्मी की गोद से निगलो और बाहर जाकर दोस्त बनाओ। बाहर जाकर दोस्त बनाओ। रूरू ने दौड़ा डरते हुए झिंझकते हुए। रूरू ने दौड़ा डरते हुए झिंझकते हुए हौले से अम्मी की जेब से सिर बाहर निकाला। हौले से अम्मी की जेब से सिर बाहर निकाला। दुनिया कितनी बड़ी थी। कितनी सुंदर എന്താണ് सुंदर। कितने सारे रंग। आवाज़ें कितनी खुशबू। ഇതുവരെ നമുക്കൊരു ഭാഗമായിട്ട് വായന ഒരു ഭാഗമായിട്ട് ചെയ്യാം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. കാരണം അത് വലിയൊരു ചാപ്റ്ററാണ്. ഇതൊന്നിച്ച് വായിച്ചു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും. പിന്നെ നമുക്ക് വായിക്കാനും പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി വായനയുടെ രണ്ടാമത്തെ ഒരു വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.